ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ വീടുകളിലെ സീലിംഗ് ഫാൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഒരു സീലിംഗ് ഫാൻ റീവൈൻഡ് ചെയ്ത് വെച്ചതാണ് നിങ്ങൾ കാണുന്നത്. ആ സീലിംഗ് ഫാൻ റീവൈൻഡ് ചെയ്ത് വെച്ചത് സെറ്റാക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതിൻ്റെ കേസ് രണ്ട് ഭാഗമായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ സീലിംഗ് ഫാനിൻ്റെ കോറ് ഇതാണ്, അതിൻ്റെ വൈൻഡിങ് ചെയ്ത കോറ്. അതിൻ്റെ ബാക്കിലായി ഒരു സ്പ്രിങ് ഇടുന്നുണ്ട്. ആ സ്പ്രിങ് ഇട്ടതിന് ശേഷം സീലിംഗ് ഫാനിൻ്റെ റോട്ടറിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നതാണ് ഇത് കാണുന്നത്. അപ്പോൾ അത് കുറച്ച് സെറ്റിംഗ് ആക്കി വെച്ചതിന് ശേഷം രണ്ടാമത്തെ മുകളിലെ കേസ് ഷാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. അതതിൻ്റെ പോയിൻ്റ് കണക്കാക്കി വെക്കണം. അതിൻ്റെ സ്ക്രൂ ഇടുന്ന ഭാഗമുണ്ട്, ആ ഭാഗത്ത് കറക്റ്റാക്കി സീറ്റിംഗ് ആക്കി വെക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് വരഞ്ഞു പോവുകയാണ് ഉണ്ടാകുക. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ സ്ക്രൂ ഇടുക. സ്ക്രൂ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മളത് ക്ലിയർ ആണോ എന്ന് തിരിച്ച് നോക്കണം. തിരിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ഷാഫ്റ്റിനുള്ളിൽ കൂടി ആ 4 വയറാണ് ഉണ്ടാവുക. രണ്ട് ബ്ലാക്കും 2 റെഡും. ഒരു കളറായിരിക്കണം എന്നില്ല, നമ്മൾ ഇടുമ്പോലെയാണ് ആ കളർ സ്റ്റാർട്ടിങ്ങിന് വയർ ഇടുമ്പോൾ ആണ് ഉണ്ടാവുക. അപ്പോൾ ബ്ലാക്കും റെഡാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ മുകളിൽ സീലിങ്ങിൽ ഫിറ്റാക്കേണ്ട ഷാഫ്റ്റ് അതിൽ ഫിറ്റാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് ആ ഷാഫ്റ്റ് നല്ല ഫുൾ ടൈറ്റോടുകൂടി സെറ്റാക്കണം. അതിനുശേഷം ഫാനിൻ്റെ കണക്ടർ അതിനകത്ത് സെറ്റാക്കി അതിനുശേഷം അതിൻ്റെ ഒന്നും കൂടി കറക്കി നോക്കും. എവിടെയെങ്കിലും വരച്ചലുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അത് വരച്ചൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മോട്ടർ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം 2.5ൻ്റെ കപ്പാസിറ്റർ, അധികം സീലിംഗ് ഫാനിന് 2.5 ആണ് വരാറുള്ളത്. 2 MFTയും വരാറുണ്ട്, എന്നാലും മിക്കവാറും 2.5 ആണ് ഇടാറുള്ളത്. അപ്പോൾ അതങ്ങനെ ആ സീലിംഗ് ഫാനിൻ്റെ 2.5 കപ്പാസിറ്റർ ഹോൾഡറിലേക്ക് കയറ്റിയിട്ട് അതിൻ്റെ കണക്ഷൻ നമ്മൾ ചെത്തിയെടുക്കണം. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 4 വയറും ചെത്തിയെടുക്കുക. അതിൻ്റെ കണക്ഷൻ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കറക്റ്റ് ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് കറങ്ങാനാണ് ചാൻസ്. അപ്പോൾ അത് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഇപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കറങ്ങുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ അത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ തിരിച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കണക്ഷനകത്ത് റണ്ണിങ്ങിൻ്റെയും റണ്ണിങ്ങിൻ്റെ വയറോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ വയറോ അപ്പുറം ഇപ്പുറം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ അത് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ക്ലിയറാണ്. ഈ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗം ടെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ 4 വയർ കണക്ടറിലേക്ക് ടൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. 4 വയറും നല്ല ഫിക്സിംഗ് ആയിട്ട് കണക്ട് ചെയ്യണം. ഒരു റണ്ണിങ്ങിൻ്റെ വയറും ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ വയറുമാണ് കോമൺ ആയിട്ട് എടുക്കുക. മറ്റേ 2 വയർ ഒന്ന് കപ്പാസിറ്ററിലും 2 കപ്പാസിറ്ററിലും കൂടി കൊടുക്കും. അതിനുശേഷം ഒന്നുകൂടി കറക്കി നോക്കിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ കാണുന്നത്. ബോർഡിൽ കണക്ഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ നല്ല വർക്കിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഫ്രീ ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഈ കാണുന്നത്. ഇതുപോലെയുള്ള നിരവധി ഇനി മെക്കാനിക്കൽ ഫീൽഡ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടുന്നതാണ്. എല്ലാവരും ഇത് കാണണം. എൻ്റെ ബ്ലൂടൂത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.